ഹലോ, ഗുഡ് മോർണിംഗ് ടു മൈ ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് രാവിലെ തന്നെ എന്താ വിചാരിച്ചിരിക്കണം അറിയോ? ഒരു മധുരത്തിൻ്റെ വീഡിയോ ഇടാം. എപ്പോഴും ഞാനിങ്ങനെ കറികളും മധുരം എന്തൊക്കെയല്ലേ ചെയ്യണം. അപ്പോൾ ഇത് ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ഹൽവ വളരെ ന്യൂട്രീഷ്യസ് പിന്നെ ഹെൽത്തി എല്ലാം. നിങ്ങൾക്കിത് കണ്ടാൽ അറിയും എന്താണെന്ന്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇത്ര കാലം എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും എനിക്ക് വളരെ നന്ദി പറയാനുണ്ട്. പ്ലീസ് സപ്പോർട്ട് മീ ഫർദർ. സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും ഞാൻ വളരെ ഒരു താങ്ക്സ് പറയാണ്. എൻ്റെ ഫ്രോം മൈ ഹാർട്ട് ഐ എം ജസ്റ്റ് എല്ലാവർക്കും എൻ്റെ താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇതെന്താണ് നമുക്കിനി നോക്കാം. ഇതിൻ്റെ പേര് ABC ഹൽവ. അപ്പോൾ ദിസ് ഇസ് ഫോർ ആപ്പിൾ, B ഇസ് ഫോർ ബീട്രൂട്ട്, C ഇസ് ഫോർ ക്യാരറ്റ്. നിങ്ങൾ ഇത് വെച്ചിട്ട് ജ്യൂസ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് കണ്ടിട്ടുണ്ടാവും. കുറേ പേര് ഇത് കഴിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. BP ദേഹാരോഗ്യത്തിന് നല്ലോണം BP കൺട്രോൾ ചെയ്യും. എല്ലാം ആരോഗ്യത്തിൻ്റെ പലതിനും ഈ 3 ഫ്രൂട്ട്സും ഈ വെജിറ്റബിളും നല്ലതാണെന്ന്. ഞാൻ ഇത് വെച്ചിട്ടൊരു ഹൽവ പ്രിപ്പയർ ചെയ്യാനാണ് പോണത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ തൊലി ഒന്ന് കളയാൻ പോകുന്നു. ഇപ്പം ഞാനിത് ഓരോന്നായിട്ടിങ്ങനെ ഇതാ കണ്ടു, വേഗം വേഗം പീൽ ചെയ്യാൻ പറ്റും. ഇതിനെ ഒന്ന് പീൽ ചെയ്യണേ. ഇനിയിപ്പോൾ ഈ ക്യാരറ്റിലൊന്ന് പീൽ ചെയ്യണം കേട്ടോ. അതിനെ ഒന്ന് തൊലി കളയാണ്. ഇനിയിപ്പോൾ ഈ ആപ്പിളിൻ്റെയും തൊലി കളയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ എല്ലാം ഞാൻ ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ മെഷർ ചെയ്തിട്ട് 200 ഗ്രാംസ് കേട്ടോ. എടുത്തിട്ട് ഞാൻ എല്ലാം, അതുകൊണ്ട് ക്യാരറ്റ് 2 എണ്ണം വന്നു, ബാക്കി എല്ലാം ഓരോന്നാണ്. 1 കിലോ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനിങ്ങനെ എല്ലാം തൊലി കളഞ്ഞു. ഇപ്പം ഞാൻ ഇതിനെ ഓരോന്നിനെയും ഇങ്ങനെ ഗ്രേറ്ററിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്യാം. ഗ്രേറ്റ് ചെയ്യാം കേട്ടോ. ഈ ക്യാരറ്റാണ് ഇപ്പോൾ ഗ്രേറ്റ് ചെയ്യണത് കേട്ടോ. ഗ്രേറ്റ് ചെയ്യാനൊന്നും വലിയ പണിയില്ല. എന്നാലും ഇതെന്താ അറിയോ, നമ്മളിത് കഷ്ണമാക്കിയിട്ട് ചിലപ്പോൾ അവിടെ കടിക്കും. ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാനിതിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഈ ആപ്പിളിനെ ഗ്രേറ്റ് ചെയ്തു. ഇനി ഇത് അതുമായി കേട്ടോ. ഇപ്പം ഞാനിത് 3 ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തു കണ്ടോ. ഇതിൽ കുറച്ച് ആ ബീട്രൂട്ടിൻ്റെ കളറ് ഗ്രേറ്റ് ചെയ്തതിൽ വന്നുകൊണ്ട് കളർ മാറി തോന്നുകയാണ്. ഇനി ഇതിനെ ഞാൻ നന്നായി ഒന്ന് അരച്ചിട്ട് വരാം. ഇപ്പം ഞാനിതിനെ മിക്സിയിലേക്ക് ഇടുകയാണിത്. എന്നിട്ട് എല്ലാം കൂടി എന്നിട്ട് നന്നായി ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. ഇപ്പം നോക്കിക്കോളൂ, എൻ്റെ ഇത് ഞാൻ അരച്ച് കഴിഞ്ഞു. തീരെ വെള്ളം ചേർക്കാണ്ട് അരയ്ക്കണം. ആപ്പിളിൻ്റെ അതുകൊണ്ടൊക്കെ അത് നന്നായി അരഞ്ഞിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഒരു പാൻ വെച്ചിട്ട് ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഒരു 10-12 ബദാം കേട്ടോ. ഈ ബദാമും ഇത് ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്യുക. ഇതിലിപ്പോൾ ഞാൻ ഒന്നും ഒഴിച്ചിട്ടൊന്നുമില്ല, റോസ്റ്റ് ചെയ്യുക. ഇതെന്തിനാണെന്നറിയോ? ഇതൊന്ന് പൊടിക്കുക, നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. കൂടെ തന്നെ കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടി കൊടുക്കും. ഇത് രണ്ടും നന്നായിട്ടൊന്ന് അതിൻ്റെ ശബ്ദം കേൾക്കണ വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടൊരു എല്ലാറ്റിനും ഒരു മണം വരലുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ ഇതിനെ ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ. നന്നായി ഒന്ന് റോസ്റ്റാകും. ഇപ്പം ഞാനിതിനെ ഇതിലിട്ടിട്ട് ഈ ബദാമ്പും കാഷ്യൂ ഒക്കെ ഒന്ന് പൊടിക്കാൻ പോവാണ് കേട്ടോ. പൊടിച്ചിട്ട് കാണിക്കാം. ഇതിനെയൊക്കെ പൊടിച്ചു നല്ലോണം കേട്ടോ. പൊടിയുടെ കട്ടയായിട്ട് കിടക്കുന്നതാണ്. ചൂടോടെ പൊടിച്ചിട്ട് ഇതെങ്ങനെ പൊടിയാണ് അതിൻ്റെ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് കാണിക്കാം. ഇപ്പം ഞാൻ പാൻ വെച്ചിട്ട് വീഡിയോ പോയി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ.
ഈ നെയ്യ് ഒഴിച്ചിട്ട് ഒരേ ഒരു ടേബിൾ സ്പൂണാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ ഈ അരച്ചത് ഇതിലേക്ക് ഒഴിക്കുക. ഞാൻ മുണ്ടാണ്ട് അതിന് ഇപ്പോൾ ആ നെയ്യ് ഒഴിച്ചിട്ട് ഞാനിതിനെ ഇങ്ങനെ നല്ലോണം ഇളക്കുക. ഇതൊരു 5-10 മിനിറ്റ് എന്താ വെച്ചാൽ ഇതൊന്ന് വേവണം. ഏത് നമ്മുടെ ഈ മിക്സർ ഒന്ന് വെന്ത് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ആ പൊടി, ഞാൻ പൊടിച്ച പൊടി ഉണ്ടല്ലോ, ഏത് ബദാം, അതിൻ്റെയൊക്കെ പൊടി ഒന്ന് നന്നായി ആഡ് ചെയ്യണം. എന്നിട്ട് പഞ്ചസാര ആഡ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് വരട്ടെ. ഒരു 5 നിമിഷം ഇങ്ങനെ വേവട്ടെ. ഒരു 5 നിമിഷം കഴിഞ്ഞു. ഞാനിതിലേക്ക് ഈ പൊടി, ബദാമും കാഷ്യൂവും കൂടെ പൊടിച്ച് പൊടി, ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ളതായിട്ടുള്ള ഒരു അലുവയാണ് കേട്ടോ. ഓൾസോ ഹെൽത്തി, ഓൾസോ വെരി ഹെൽത്തി. നിങ്ങൾ ABC ജ്യൂസ് കഴിക്കണ്ടല്ലോ, അതേമാതിരി തന്നെയാണ് ഇതിങ്ങനെ ഇട്ടിട്ട് ഞാനിപ്പോൾ 1-2 ചിലപ്പോൾ നട്ട്സൊന്നും പൊടിയാണ് കിടന്നിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് നന്നായി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു. ഇനി ഇതൊന്ന് നന്നായി വെക്കട്ടെ. ഈ നട്ട്സ് ഇട്ട് കഴിഞ്ഞ ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായി. ഞാനീ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ മീഡിയം ഹീറ്റിൽ വെച്ച് ചെയ്യണം കേട്ടോ. ഒരുപാട് തീ കത്തിച്ച സൈഡൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോവുക. എന്താ വെച്ചാൽ ഇത് അരഞ്ഞ ഒരു ഫ്രൂട്ടാണല്ലോ. ഇത് ഒരുപാട് അങ്ങനെ നമ്മൾ ഇട്ടിട്ട് അതിനെ കത്തിച്ചിട്ട് വേഗം ആവണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ മീഡിയം തീയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണം കേട്ടോ. ഇത് കുറച്ച് നല്ല വലുപ്പമുള്ള ഷുഗറിൻ്റെ കൂട്ടാണ് ഇതിൽ. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ശർക്കര ആഡ് ചെയ്യാം കേട്ടോ. ശർക്കര പൊടി ആഡ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഷുഗറിൻ്റെ ടേസ്റ്റ് വരില്ല. എന്നാലും ആരോഗ്യം പ്രമാണിച്ചിട്ട് നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഈ പഞ്ചസാര ഒന്ന് നന്നായി അലിഞ്ഞ് ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഈ പഞ്ചസാര വളരെ വലിയ ക്രിസ്റ്റലായതുകൊണ്ടേ അതൊന്ന് അരിഞ്ഞ് കിട്ടാൻ ഇത്തിരി പാടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിനെ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കട്ടെ. ഈ സ്റ്റേജിൽ കുറച്ച് ഏലക്കായപ്പൊടി, ഇത് ഷുഗർ ഇട്ട് പൊടിച്ചത് തന്നെയാണ്, എന്നാലും നല്ല ഒരു മണം തരും. നിങ്ങൾക്ക് നെയ്യിൻ്റെ അളവൊക്കെ നല്ലോണം ചുരുക്കാം. 2 ടേബിൾ സ്പൂണോ എന്തെങ്കിലും മതി. ഞാൻ പക്ഷേ ഇത് എനിക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊക്കെ സ്പെയർ ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു ഇത്തിരി കൂടി നെയ്യ് ഒഴിച്ചു. 1 ടീസ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞു. എന്നിട്ട് ഇതിപ്പോൾ നന്നായി വറ്റി വന്നു കഴിഞ്ഞു. ഇത് ആറുമ്പോഴേക്കും ഇനി നന്നായിട്ട് തണുത്ത് അടിപൊളി ടേസ്റ്റാണ്. ഇനി ഞാനിതിനെ ഓഫ് ചെയ്യണം. എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് തോന്നും ആയിട്ടില്ല എന്ന്, പക്ഷേ ഇത് നന്നായിട്ട് ഇപ്പോൾ ആയി. ഇനി ഇതിങ്ങനെ വിട്ട് വരാൻ പറ്റും. ഇങ്ങനെ വിട്ട് വരണം. കണ്ടു നിങ്ങൾക്ക് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നത്. ആ സമയത്താണ് നമ്മുടെ അലുവ റെഡിയായി. ഇത് ഇനി കട്ടിയാവുമ്പോൾ തണുത്തിട്ട് ഒന്നും കൂടെ കട്ടിയാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് വളരെ ടേസ്റ്റ്ഫുള്ളായിട്ട് കണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഞാൻ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക തന്നെ വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾക്കെങ്കിലും ഇത് ഇഷ്ടപ്പെടാതെ പറ്റില്ല കേട്ടോ. ആ ഫ്രൂട്ട്സിൻ്റെ ഏതൊക്കെയാണ് ഫ്രൂട്ട്സ് എന്ന് നിങ്ങൾ കണ്ടുവല്ലോ. ഇപ്പം ഞാനിത് ഓഫ് ചെയ്തു. ഇനി ഇത് ഒന്ന് തണുത്ത ശേഷം ഞാൻ തിന്നിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇതൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ എൻ്റെ ABC അൽവ റെഡിയായി.
ഇതിൻ്റെ ഒരു ടേസ്റ്റിൽ വേറെ ഏത് അലുവയുടെ അടുത്ത് നിൽക്കില്ല. എന്താ വെച്ചാൽ അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ കോഴിക്കോടൻ അലുവ വാങ്ങിയാലും ശരി, ഏത് ഇത്രയും ടേസ്റ്റി ആയിട്ട് ഈ 3 ജ്യൂസ് കൂടി കുടിക്കുന്നതിൻ്റെ ഇരട്ടി ടേസ്റ്റാണ് ഇത്. ഓൾസോ ക്വൈറ്റ് ഹെൽത്തി. ഷുഗർ മാത്രമാണ് ഇതിലൊരു കുറച്ചൊരു എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ്. നിങ്ങൾക്കതിന് ശർക്കര ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ശർക്കര അച്ചായതുകൊണ്ട് എൻ്റെ കയ്യിൽ പൊടി വേണമെന്നുണ്ടായിരുന്നു. ഇത് ഷുഗറാണ്, കുറച്ചുകൂടി ആഡഡ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ നല്ല ഒരു ടേസ്റ്റി ഹൽവ ABC എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹൽവ ഇഷ്ടമായിരിക്കും. മധുരം ഇഷ്ടമില്ലാത്തവർക്കും, മധുരമാണെന്ന് പറയുന്നവർക്കും ഇത് ഇഷ്ടമായിരിക്കും. പക്ഷേ അതിൻ്റെ ആ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, പറയാൻ പറ്റാത്തത്ര ടേസ്റ്റാണ്, അത്രയാണ്. പിന്നെ നെയ്യിൽ തന്നെ യു ക്യാൻ ആഡ് അക്കോർഡിംഗ് ടു യുവർ വാട്ട് യു കോൾ ഓപ്ഷൻ. ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് ഇത്രയൊന്നും വേണ്ടാന്നുണ്ടെങ്കിലും അത് കേടുവരുമൊന്നുമില്ല. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഒരാൾക്ക് ഗസ്റ്റിന് ഉണ്ടാക്കി കൊണ്ടുപോകാനും വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഞാനിപ്പോൾ കണ്ടുവെച്ചാൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളൊരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുമല്ലോ നമ്മുടെ അൽവേണം. സോ ഫ്രണ്ട്സ്, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ദെൻ എൻകറേജ് മീ.